ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു കണ്ടംപററി അല്ലെങ്കിൽ ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. നല്ല തന്നെയാണ്, ഒരുപാട് നന്മമരങ്ങളൊക്കെ വീണുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പക്ഷേ ഇത് ഒരു നമുക്കെല്ലാവർക്കും പോപ്പുലർ ആയിട്ടുള്ളൊരു മേഖല ആയതുകൊണ്ട് ഹേമ കമ്മിറ്റി അതുപോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള ആളുകൾക്കെതിരെയൊക്കെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് അതിന് ന്യൂസ് ശ്രദ്ധ ഉണ്ട്, അതിനുള്ള ആക്ഷനും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ ഇനി ഒന്നുകൂടെ ശക്തമായിട്ട് വരുന്നു വിശ്വസിക്കുന്നു. പക്ഷേ നമ്മളറിയാത്തൊരു മേഖലയാണ്, അതായത് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ നാട്ടിലെ വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ ഒരു നാടിൻ്റെ നട്ടെല്ല് എന്നൊക്കെ പറയുന്നത് അല്ലേ. അതായത് ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഇന്ത്യയിലൊക്കെ നമ്മൾ കൂട്ടുകയാണെങ്കിൽ IIT-കൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരുപാട് അത്രയും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും അല്ലെങ്കിൽ അക്കാദമിക് ടാലൻറ്റ് കൊണ്ടൊക്കെ ഒരുപാട് നല്ല എക്സാമുകളൊക്കെ ക്വാളിഫൈ ചെയ്തിട്ട് അഡ്മിഷൻ നേടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഈ അഡ്മിഷൻ നേടുന്ന കുട്ടികൾ ബഹുഭൂരിഭാഗവും നല്ല കാസ്റ്റിൽ ഏറ്റവും അപ്പർ ക്ലാസ് എന്ന് സമൂഹം വിലയിരുത്തുന്ന ഇതിൽപ്പെട്ട ആളുകളാവില്ല. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ശേഷിയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികളൊന്നും ആവില്ല. എന്നാൽ ഒരു സുപ്രീം ആയിട്ടുള്ള മെജോറിറ്റി കുട്ടികൾ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന ആളുകളുണ്ട്. പക്ഷേ ഇവരനുഭവിക്കുന്ന ഒരുപാട് യാതനകൾ, ഇപ്പോൾ ജനഗണമന എന്ന സിനിമയിൽ കാണിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ ലിറ്ററലി ഇപ്പോൾ ഞാൻ 2 സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളാണ്. 2 സെൻട്രൽ യൂണിവേഴ്സിറ്റികളും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ, ഒരു 3-4 കുട്ടികൾ സൂയിസൈഡ് നടത്തിയതുണ്ട്. അതുപോലെ അറ്റംപ്റ്റുകൾ ഒരുപാടുണ്ട്. ഇതൊന്നും വീട്ടിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അല്ല. അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നേരിടുന്ന ഒരുപാട് കാസ്റ്റിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ അപ്പുറത്തേക്ക് സെക്ഷലായിട്ടുള്ള ഒരുപാട് ഹരാസ്മെൻറ്റുകൾ, പ്രത്യേകിച്ച് PhD അല്ലെങ്കിൽ PG സ്റ്റുഡൻസൊക്കെ അവരുടെ പേപ്പർ ആർട്ടിക്കിൾ പബ്ലിക്കേഷനൊക്കെയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കുട്ടികൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ രോഹിത് വെമുല കേസാവട്ടെ, അല്ലെങ്കിൽ വേർ ഈസ് നജീബ് ഇഷ്യൂ, ഇപ്പോൾ ഇവിടെ IIT മദ്രാസിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ കുറച്ച് മുന്നേ പെൺകുട്ടിയൊക്കെ മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെ ആ ഒരു സമയത്ത് ഭയങ്കര ന്യൂസ് ശ്രദ്ധ കിട്ടുകയും പിന്നീട് യാതൊരുവിധ ഒരു ലാഘവത്തോടു കൂടി കാണുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു കമ്മിറ്റി ഇതിൻ്റെ പേരിലുണ്ടോ? ഇല്ല. ഈ കുട്ടികളൊക്കെ എന്താ വെച്ചാൽ കുറച്ചൊക്കെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് അങ്ങനത്തെ കാര്യങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ശ്രദ്ധ കൊടുക്കുകയും പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു സാധനമില്ല. നജീബ് എന്നുള്ള ഒരാൾ കാണാതായിട്ട് ഇന്ത്യയിലെ ഏറ്റവും തലസ്ഥാന നഗരിയിൽ നിന്ന്, അതും ഏഷ്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നായ JNU എന്നാണ് കാണാതിട്ടുള്ളത്. ഒരു പൊടി പോലും ഒന്നും കണ്ടെത്തിയിട്ടില്ല. രോഹിത് വെമുല എന്നുള്ള വിദ്യാർത്ഥി മരിച്ചിട്ട് ഇന്നും, അതായത് ആ ഒരു ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം കാസ്റ്റിൻ്റെയും അതേപോലെ തന്നെ ജാതിയുടെയൊക്കെ പേരിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡേഴ്സ്, അതിന് പുതിയ ടേമൊക്കെ വന്നില്ല, ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡേഴ്സ്. ഒരാൾ പോലും അതിന്, അതായത് ഈ പറഞ്ഞ നമ്മുടെ ഒരു കമ്മിറ്റി കാര്യങ്ങളൊക്കെ പൊളിറ്റിക്കലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അതിൽ ഒരു ഇരയാക്കപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. കഴിഞ്ഞ മോഡിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഇറങ്ങിയ സമയത്ത് നമ്മളത് കണ്ടു എന്നുള്ള പേരിൽ ആരോപിച്ചിട്ട് 14 ദിവസം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ നമ്മളെ സസ്പെൻഡ് ചെയ്തു. ഇന്നും ഞാൻ ആ ക്യാമ്പസിൽ പിന്നെ പോയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ പേര് ഷഫീഖ് അലിയാണ്, ഞാൻ ജനിച്ചുള്ളത് ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ളതും അല്ലാത്തതുമായിട്ട് ക്യാമ്പസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ച് കുറേ പഠിച്ചു. അതുകൊണ്ട് തന്നെ ഇന്നലെ NCRBയുടെ, അതായത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഓഫ് ഇന്ത്യയുടെ ഒരു പുതിയ റെക്കോർഡ് വന്നിട്ടുണ്ട്, പുതിയൊരു ന്യൂസ് അപ്ഡേഷൻ വന്നിട്ടുണ്ടോ. ഇന്ത്യയിലെ ക്യാമ്പസുകളിലുള്ള സൂയിസൈഡ് റേറ്റുകൾ ഭയങ്കര ഹൈ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് നമ്മളെ ഇന്ത്യൻ അക്കാദമിക്സിനുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ സൂയിസൈഡിൻ്റെ എന്തോ ഒരു ഹെഡിങ് ആണ് അതിൽ വന്നിട്ടുള്ളത്. ഞാനത് സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇതിനൊക്കെ എതിരെ ഒരാൾ പോലും സംസാരിക്കാനില്ല എന്നുള്ളതാണ് അല്ലേ. ശരിക്കും അങ്ങനെ ഒരു പ്രശ്നം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം രാജസ്ഥാൻ സെൻട്രൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഇന്നും അതിൻ്റെ കാരണം എന്തെന്നറിയില്ല. അതിന് മുന്നത്തെ വർഷം ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അങ്ങനത്തെ സാഹചര്യത്തിൽ ഭയങ്കര പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു 10-15 ദിവസം ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു മാസം നമ്മൾ ഭയങ്കരമായിട്ട് പ്രൊട്ടസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ആ കുട്ടീൻ്റെ അമ്മയും അച്ഛനും മാത്രമേ അതിലുള്ളൂ. വേറെ അത് നമ്മൾ കാരണം 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു PGക്ക് പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പഠിച്ചിറങ്ങിപ്പോരും. ഇനി ഒരു PhD ആണെങ്കിൽ മാക്സിമം ഒരു 5 വർഷം, ഏറിപ്പോയാൽ 8 വർഷം അതിൻ്റെ ഉള്ളിൽ ആളുകൾ അത് പിന്നെ മറന്നു പോരാണ്. പിന്നെ ആ കേസും കാര്യങ്ങളില്ല. പക്ഷെ അവിടെയുള്ള അധ്യാപകർ, ഇത്തരത്തിലുള്ള നമ്മൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകരും അതുപോലെ തന്നെ അതിന് ചുക്കാൻ പിടിക്കുന്ന ഒരുപാട് പൊളിറ്റിക്കൽ അജണ്ടകളൊക്കെ അവർക്ക് സപ്പോർട്ടായിട്ട് അവരെ പിന്നീടും, അതായത് ഒരു കുട്ടീനെ, ഇപ്പോൾ ഞാനൊരു അധ്യാപകനെ ഒരു കുട്ടീനെ പീഡിപ്പിച്ചു, എല്ലാ അധ്യാപകരെ കുറിച്ചല്ല പറയുന്നത്,
ഇത്തരത്തിലുള്ള ഒരുപാട് ഭയങ്കര വലിയ ലോബികൾ ഓരോ യൂണിവേഴ്സിറ്റികളിലും, ഇപ്പോൾ തനിക്കെതിരെ, ഇപ്പോൾ ഞാനൊരു അധ്യാപകർ പ്രൊഫസറാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു HOD അല്ലെങ്കിൽ ഒരു DSW പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആളാണെങ്കിലും റൂമിലേക്ക് വിളിക്കുന്ന, അല്ലെങ്കിൽ പെൺകുട്ടികൾ എത്ര ചൂഷണം ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നേരിൽ കണ്ടൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഇത്ര ധൈര്യത്തോട് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 14 ദിവസം വെറുതെ ഒരു ആവശ്യമില്ലാതെ എനിക്ക് സസ്പെൻഷൻ വന്നത്. നമ്മൾ ആ ഒരു പ്രോഗ്രാമിൽ ജസ്റ്റ് മോഡി ദ ക്വസ്റ്റ്യൻ ഡോക്യുമെൻ്ററി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിൽ ഇങ്ങനെ ജസ്റ്റ് എക്സിബിറ്റ് ചെയ്ത സമയത്ത് നമ്മളവിടെ ഉണ്ട്. ആ ഒരു സമയത്താണിത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ മേഡേഴ്സ് എന്നുള്ള സാധനം ഉണ്ടല്ലോ, അതായത് അതിൻ്റെയൊക്കെ റേറ്റുകൾ ഇങ്ങനെ ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഓരോ അക്കാദമിക് സ്ഥാപനങ്ങളിൽ. അതിലും പ്രധാനപ്പെട്ടത് നമ്മുടെ IIT-കൾ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ ഇറങ്ങുന്ന, അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന IIT സ്റ്റുഡൻസും സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസും ഒക്കെയാണ് ഇത് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് യൂണിവേഴ്സിറ്റിയിൽ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി അധികാരികളും അതേപോലെ സന്നദ്ധ ബാക്കിയുള്ള ആളുകളൊക്കെ ഇടപെടുകയാണെങ്കിൽ ഒരു ഓംബുഡ്സ്മാനെ വെക്കും. അത് വല്ല ജഡ്ജിയോ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. ഒരു ഓംബുഡ്സ്മാൻ വെക്കുന്നു. ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ ഒരു ഇടനിലക്കാരൻ, ഒരു നിയമപരമായിട്ടുള്ള ഇടനിലക്കാരൻ. ജസ്റ്റ് കാര്യങ്ങൾ വന്ന് അന്വേഷിക്കുന്നു. അതിനെക്കുറിച്ച് പിന്നീട്, കാരണം ഒരു 2 വർഷം ഒരു PGക്ക് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി എന്ന നിലയിൽ 2 വർഷം കഴിഞ്ഞാൽ അവരുടെ കോഴ്സും കഴിഞ്ഞ് പോന്നു. നേരത്തെ പറഞ്ഞ ഒരു PhD ആണെങ്കിൽ മാക്സിമം 8 വർഷം. ഈ ഒരു കാലയളവിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള കേസുകളൊന്നും അതിന് കറക്റ്റ് എന്താ പറയുക, അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടുകളോ കാര്യങ്ങളോ പോലും വരുന്നില്ല. ശരിക്കും ക്യാമ്പസുകളിൽ, ഓരോ ക്യാമ്പസുകളിലും, സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ല, ഓരോ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു നമ്മുടെ KG ക്ലാസ് മുതലുകൾ തന്നെ ഇത്തരത്തിലുള്ള അതായത് സെക്സ്വൽ ഹരാസ്മെൻറ്റിനും അതുപോലെ തന്നെ കാസ്റ്റ്, ക്രീഡ്, ഇതിൻ്റെ ഒക്കെ പേരിലുള്ള, ഈവൻ ഫിനാൻസിൻ്റെ പേരിലാണെങ്കിൽ പോലും ഒരുപാട് ചൂഷണങ്ങൾ ക്യാമ്പസുകളിലൊക്കെ നിയമപരമായിട്ടുള്ള ഓരോ കമ്മിറ്റികൾ, അതും നല്ല ആക്റ്റീവായിട്ടുള്ള ഓരോ മേഖലയും, പാരൻസ് ഉൾപ്പെടെയുള്ള കമ്മിറ്റികൾ, അത് മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഓരോരുത്തർ പൊളിറ്റിക്കലോ അല്ലെങ്കിൽ പണത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പോലൊന്നുമല്ല, നല്ല രീതിയിലുള്ളൊരു കമ്മിറ്റി തന്നെ, അതായത് സ്റ്റുഡൻസിനും അതുപോലെ എല്ലാവരുടെയും ഒരു പാർട്ടിസിപ്പേഷനോട് കൂടിയുള്ള ഒരു കമ്മിറ്റികൾ ഓരോ ക്യാമ്പസുകളിലും വരണം. അതും ഇതുപോലെ തന്നെ ഹേമ കമ്മിറ്റിയൊക്കെ സിനിമാ മേഖലയിൽ കേരള ഗവൺമെൻറ് ഇതാക്കിയ പോലെ, അസൈൻ ചെയ്ത പോലെ ക്യാമ്പസുകളിലും അത്തരത്തിലുള്ള ഓരോ കമ്മിറ്റികൾ നിരന്തരമായിട്ടുള്ള അതിൻ്റെ ഒരു സംഭവം കേരള ക്യാമ്പസുകളിലും വേണമെന്നുള്ളത് ഒരാവശ്യമാണ്.